ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജയൻ. ഞാൻ എറണാകുളമാണ് നമ്മളുടെ ലോൺസിന്റെ ഹബ്ബ്. നമ്മളുടെ എനക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് അതാണ് ലോൺസ്. അത് ഓൾ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, പാൻ ഇന്ത്യ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ടൈപ്പ് ലോൺസ്, നമ്മളെ എല്ലാ ടൈപ്പ് ലോൺസ് അതാണ് ഞാൻ ഹെഡ് ചെയ്യുന്ന ഒരു ഡിവിഷൻ. അതിൽ ഹോം ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്, കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോൺസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ശൃംഖല തന്നെയുണ്ട് ഈ ലോണിനെ പറ്റി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബാങ്ക്സ് എല്ലാം നിലനിൽക്കുന്ന ലോൺ കൊടുക്കുന്നതുകൊണ്ടാണ്. ഒരു സിമ്പിൾ, നമ്മുടെ ലോജിക്കിൽ ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഈ ബാങ്കുകളെല്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ലോൺസ് ചെയ്യുന്നതുകൊണ്ടാണ്. അവിടെ FD ഇട്ട് പൈസ കൊണ്ട്, അതായത് ഒരാൾ ഒരു FD ഇട്ടു, അതൊരു 7%-ലോ 6%-ലോ അയാൾക്ക് റിമ്യൂണറേഷൻ അല്ലെങ്കിൽ അയാളുടെ ഒരു റവന്യൂ കൊടുത്തുകൊണ്ട് 8%-ലും 9%-ലും ആ പൈസ പുറത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന സംവിധാനത്തിനാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. ഈ ലോൺ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും നിലനിൽക്കുന്നത്. അത് ആർക്ക് കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാന കാര്യം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ലീഡിങ് ബാങ്ക്സിന്റെയും അതുപോലെ NBFCസിന്റെയും ലോൺസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇതിലുള്ള ഒരു അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലോൺസ്. നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ഉറപ്പാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഓരോ നാട്ടിലും ഒരു ചെറിയൊരു ഗ്രാമം, ഒരു ചെറിയ വില്ലേജ് എടുത്താൽ പോലും അതിന്റെ ടൗണിൽ ഒരു 5-6 ബാങ്കെങ്കിലും ഉണ്ടാവും. ആ ബാങ്കുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു? ലോൺസ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവിടെ FD മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും റൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നാട്ടിലുള്ള ആളുകൾ ഹോം ലോൺ എടുക്കുന്നുണ്ട്, കാറ് മേടിക്കുന്നുണ്ട്, വീട് പണിയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രോപ്പർട്ടി വെച്ചിട്ട് അവര് ബിസിനസ്സിന് വേണ്ടി പൈസ എടുക്കുന്നുണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ് നടക്കുന്നുണ്ട്. ഈ പൈസ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഇതിൽ അഗ്രസീവായിട്ട് ചെയ്യാവുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. നമ്മുടെ ടീമിന് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, മാസത്തിൽ ഒരു 3-4 ഫയൽസ് എങ്കിലും സോഴ്സ് ചെയ്യാൻ, അതിൽ നിന്നൊരു നല്ല വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഒരു ടീം, അതൊരു കുടുംബം, ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും ഇനി ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് എൻ്റെ അറിവിൽ നിന്ന് ഷെയർ ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോൺ ആണ്. ഹോം ലോൺ ആണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഹോം ലോണിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും താഴെ സാധാരണക്കാരൻ തുടങ്ങി ഉള്ളവർക്കെല്ലാം ഹോം ലോൺ ആവശ്യമുണ്ട്. അതായത് വീട് വാങ്ങാൻ, സ്ഥലം മേടിച്ചിട്ട് വീട് പണിയാൻ, പിന്നെ നിലവിലുള്ള വീട് കുറച്ചും കൂടി പുതുക്കി പണിയാൻ, സ്ഥലമുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അത് കുറച്ച് റിനോവേറ്റ് ചെയ്യാൻ, അതിന് റിനോവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഹോം ലോണിന് പല പാർട്ടുണ്ട്. അതായത് ലാൻഡ് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ, പിന്നെ റിനോവേഷൻ, എക്സ്റ്റൻഷൻ, അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഹോം ലോണിലാണ് വരിക. നമ്മുടെ നാട്ടിൽ ഹോം ലോൺ ഉള്ളവരാണ് ഒരു 75-80% ആൾക്കാർ. അപൂർവം ചില ആൾക്കാർ മാത്രമാണ് ഹോം ലോൺ എടുക്കാതെ വീട് പണിയുന്നുള്ളൂ. ഇനി സോഴ്സ് ഓഫ് ഫണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് ഉള്ളവനും 2 കോടി 3 കോടി കയ്യിലുള്ളവനും ഒക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ ഫണ്ടിന്റെ സോഴ്സ് കാണിക്കണം, ഒരു ഹോം ലോൺ എങ്കിലും കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ, പ്രത്യേകിച്ച് മലയാളീസ്, പിന്നെ ഇന്ത്യയിലുള്ള എല്ലാവരും ഹോം ലോൺ എടുക്കും, കാരണം ടാക്സ് ബെനിഫിറ്റ് കിട്ടും ഒക്കെ ചെയ്യുന്നത്. എനിവേ, ഹോം ലോൺ ആണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അതിൽ നമ്മൾ പറഞ്ഞ ഇത്രയും പ്രൊഡക്ട്സ് അതിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ ലോൺ ചെയ്യുന്നതിന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ളത് തിരിച്ചറിയാം.
എനിക്ക് നമ്മുടെ ടീമിൽ നിന്ന് ആവശ്യം അതാണ്. നിങ്ങളൊരു ഫയൽ ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എൻക്വയറി ഇടുമ്പോൾ ആ എൻക്വയറിയിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഫുൾ ടീമും അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ലോണിന് വേണ്ടി നിങ്ങളെ സമീപിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സമീപിച്ച വ്യക്തി ഇവര് സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് നോക്കുക. സാലറീഡ് ആണെങ്കിൽ സാലറി എത്രയുണ്ട്, അത് ബാങ്ക് വഴിയാണോ എന്നുള്ളത് അറിയാം. ഇനി അല്ല സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് വിചാരിക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഉള്ള ആളാണോ, ITR, ഇൻകം ടാക്സിന്റെ ഷോർട്ട് ഫോം ആണ് ITR ഉള്ള ആളാണ്, അല്ലെങ്കിൽ GST ഉണ്ടോ. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ നടത്തുന്ന ആളാണെങ്കിൽ അയാൾക്ക് ലൈസൻസ് ഉണ്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഫസ്റ്റ് ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ. സാലറീഡ് ആണെങ്കിൽ സാലറി എത്രയുണ്ട്, അത് ബാങ്ക് വഴിയാണോ. സെക്കൻഡ്, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ, ഇല്ല. GST ഉണ്ടോ, GST ഇല്ല. ശരി, അയാൾക്ക് ഒരു ഷോപ്പോ ഹോട്ടലോ തട്ടുകടയോ എന്തോ ആയിക്കോട്ടെ, അതിന് ഗവൺമെന്റ് വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടോ. ഇതറിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം, നമുക്ക് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ടോ, ഇയാൾക്ക് ഫണ്ട് നമ്മളൊരു ലോൺ കൊടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി അയാൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, അയാളുടെ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കണം. അപ്പൊ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡോക്യുമെന്റേഷൻ. ആളെ തിരിച്ചറിയുക, ഡോക്യുമെന്റ് അയാളുടെ ബിസിനസ് അനുസരിച്ച് ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. നമുക്ക് ഏത് ടൈപ്പ് ലോൺ വേണമെങ്കിലും ചെയ്യാം. ഹോം ലോണിന് വേണ്ടി അയാൾക്ക് സ്ഥലം മേടിക്കാനോ, സ്ഥലം മേടിച്ച് വീട് പണിയാനോ, ഇനി അതല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാനോ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ, റിനോവേഷൻ, ഏത് ടൈപ്പ് ലോൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾ നമ്മളുടെ ഇതിലേക്ക് ഒരു ഡാറ്റ ഫോർവേഡ് ചെയ്യുമ്പോൾ ആകെ അറിയേണ്ട കാര്യം, ഇയാൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ, അയാൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻകം പ്രൂഫ് ഉണ്ടോ. ഇനി ഇൻകം പ്രൂഫ് ഇല്ലെങ്കിലും ബിസിനസ്സുകാർക്ക് നമുക്ക് ലോൺ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ITR ഇല്ല, GST ഇല്ല എങ്കിൽ പോലും ഗവൺമെന്റ് വാലിഡ് ആയിട്ടുള്ള ലൈസൻസും ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഒരു കൊല്ലമായിട്ട് ബാങ്കുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇതുണ്ടെങ്കിൽ നമുക്ക് ഹോം ലോൺ ചെയ്യാം. ഹോം ലോൺ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞേക്കണത്. അതിലുള്ള ഡോക്യുമെന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമ്മളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാം. സെക്കൻഡ് വരുന്നത് പ്രോപ്പർട്ടി ലോണാണ്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അതായത് ഒരു കംപ്ലീറ്റ് ആയ പ്രോപ്പർട്ടി, വർക്ക് പെൻഡിങ് ഇല്ലാത്ത അല്ലെങ്കിൽ വീട് പണി പൂർത്തിയായ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് ഒരു ലോൺ എടുക്കാം. ഓക്കെ, അതായത് ബിസിനസ് ഡെവലപ്മെന്റിന്, മെഡിക്കൽ എക്സ്പെൻസ്, പിന്നെ എബ്രോഡ് സ്റ്റഡീസ്, അല്ലെങ്കിൽ ടൂർ പോവാൻ, എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയ ഒരു പ്രോപ്പർട്ടി, വർക്ക് കംപ്ലീറ്റ് ആയി ഒരു 5 സെന്റ് സ്ഥലവും വീടും ഉണ്ട്, അതല്ല എങ്കിൽ ഒരു 1.5 സെന്റ് സ്ഥലമുണ്ട്, അതിലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും, ലാൻഡ് എക്സ്റ്റെൻഡ് ഒന്നും അതിലൊരു പാർട്ടല്ല. അങ്ങനെയുള്ള ലോണുകൾ നമ്മൾ പറയുന്നത് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഹോം ലോണിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, ബിസിനസ് ആവശ്യത്തിനുള്ളതാണ്. ഈ ലോൺ എടുക്കണമെങ്കിലും നമ്മൾ ആകെ ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യുക, സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ. സാലറീഡ് ആണെങ്കിൽ അയാളുടെ ഏതൊരു ആവശ്യത്തിനും സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിസിനസ് ചെയ്യാനാവാം, യാത്ര ചെയ്യാനാവാം, ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആവാം, മാരേജ് ആവാം, ഇതൊന്നും നമ്മളുടെ വിഷയമേ അല്ല. അയാൾക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചില ബാങ്കുകളിൽ ഇതിന് കൃത്യമായിട്ട് ചോദിക്കും. നിങ്ങളിപ്പോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ചിലവർ ചോദിക്കും എന്താണ് ഇതിന്റെ ആവശ്യം, എന്താണ് പർപ്പസ് എഴുതണം എന്ന് പറയും. അതല്ല, നമ്മളത് തെറ്റിയാണ് ഉപയോഗിച്ചേക്കണമെങ്കിൽ അവർക്ക് അതിൽ ആക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട. ആ കസ്റ്റമറുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിന്റെ പേരാണ് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോം ലോൺ, ഇത് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഇനി ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് രണ്ടും അസറ്റ്, നമുക്ക് ഉള്ള നമ്മളുടെ കയ്യിലുള്ള ഒരു മൂല്യം പ്ലഡ്ജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ലോണിനെയാണ് നമ്മളിപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. അതായത് ഹോം ലോൺ ആണെങ്കിലും നമുക്ക് വീട് പണിയാനാണ്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഒരു ബാങ്കിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആധാരം പണയപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്ന ലോണാണ്. ഇത് രണ്ടും ഇപ്പൊ പറഞ്ഞ രണ്ട് പ്രൊഡക്റ്റും ഏതിലാണ് വരുന്നത്, നമ്മൾ ഒരു അസറ്റ് ബേസ് ആണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യമുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർലി പേഴ്സണൽ ലോണാണ്.
പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ലോൺ. അതായത് ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അയാൾക്ക് ഒരു 15,000 രൂപയോ അതിന് മുകളിലോ സാലറി ഉള്ള കേസുകളിൽ നമുക്ക് പേഴ്സണൽ ലോൺ ചെയ്യാം. ഇതിന് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ സാലറി സ്ലിപ്പും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എവിടെയാണോ സാലറി ക്രെഡിറ്റ് ചെയ്യുന്നത് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. വേറെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഓക്കെ. അതായത് ഒരാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അവിടെ സാലറി മിനിമം 15,000-ഓ 15,000-ന് മുകളിലോ വേണം. നോർമൽ കേസിൽ 20,000 പറയപ്പെടുന്നത്. 15,000 വരെയുള്ള കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചില ലൊക്കേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അപ്പൊ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീമുമായിട്ട്, ലോണിന്റെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്തിട്ട് അതിൽ അപ്പൊ തന്നെ ഒരു റിപ്ലൈ കിട്ടും. ഇന്ന ലൊക്കേഷനാണ്, ഇത്ര രൂപയാണ് സാലറി. എനിക്ക് തോന്നുന്നു മേ ബി ഇതിനിടയ്ക്ക് പത്തനംതിട്ട ഒരു റൂറൽ ഏരിയയിൽ, പത്തനംതിട്ടയിൽ കുറച്ച് ഉള്ളിലുള്ള ഏരിയയിൽ നിന്ന് ഒരു എൻക്വയറി വന്നു. അതിൽ 16 രൂപ 17 രൂപ സാലറി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ആര് തന്ന കേസാണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ഓരോ ലൊക്കേഷൻ ബേസ് ഇതിന് അവരുടെ ലോണിന്റെ പാരാമീറ്ററിൽ വ്യത്യാസമുണ്ട്. ബേസിക്കലി 20 ആണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ 15 കേസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കേസ് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. 20 ആണ് അതിന്റെ പാരാമീറ്റർ. നമുക്ക് 15 വരെയുള്ള കേസുകൾ ചെയ്യാം. അതിൽ വേണ്ടത് പ്രോപ്പർട്ടി ആവശ്യമില്ല. ആകെ വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ KYC, അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ സാലറി വരുന്ന 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും 6 മാസത്തെ സാലറി സ്ലിപ്പും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ ചെയ്യാൻ പറ്റും. അത് 1 lakh മുതൽ 20 lakh വരെ ചെയ്യുന്നുണ്ട്. ഒരു സെക്യൂരിറ്റിയും കൊളാറ്ററലും ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ പലരും അർബൻ ബാങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലും കേരള ബാങ്കിലും ഒക്കെ 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയ്ക്ക് വരെ പ്രോപ്പർട്ടി കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ഈ സാധനം മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അയാൾക്ക് സാലറി ഉണ്ട്, സാലറി ബാങ്ക് വഴിയാണെങ്കിൽ 3, 4, 5 ലക്ഷം രൂപയൊന്നും കൊടുക്കുന്നതിന് നമുക്ക് പ്രോപ്പർട്ടി ആവശ്യമില്ല. 20 ലക്ഷം രൂപ വരെ പ്രോപ്പർട്ടി ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതൊരു നല്ല സുഖമായിട്ട് സെല്ല് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഇത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഫയൽസ് അതാത് നൈബേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലോ ഷെയർ ചെയ്താലും ഈ പ്രൊഡക്റ്റ് സുഖമായിട്ട് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. അപ്പൊ പേഴ്സണൽ ലോൺ ആണ് ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ലോണിന് മിനിമം 20,000 രൂപ സാലറി, അത് ബാങ്ക് വഴി വരുന്ന ആള്. ഇനി അതിൽ 15 വരെ ചെയ്തിട്ടുണ്ട്. അത് കേസ് ടു കേസ് ആണ്. ഓർമ്മയിൽ വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. ഓക്കെ. പിന്നെ അടുത്ത എന്ന് പറയുന്നത് ബിസിനസ് ലോണാണ്. BL എന്ന് പറയും, ബിസിനസ് ലോൺ. അത് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുന്നത് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്ന, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ലോൺ ചെയ്യുന്നത്. അതിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് ITR അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ചോദിക്കുന്നത്. ചില റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ എവിടെ ബിസിനസ്സുകാർ പൊതുവെ ഇത്തിരി കള്ളത്തരം ചെയ്യുന്നവരാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ IT റിട്ടേൺസ് ഒന്നും കൃത്യമായിട്ട് പാലിക്കില്ല. ഉണ്ട്, ചെയ്യുന്നവർ ഒരുപാടുണ്ട്, ചെയ്യാത്തവരും കുറച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എന്താ പറയാ, സത്യാവസ്ഥ പറഞ്ഞാണ്. അപ്പോൾ ഈ IT റിട്ടേണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ കണക്കൊക്കെ ഉണ്ടാക്കി കാണിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് പലരും ഇത് പാലിക്കാത്തത്. ഓക്കെ. അങ്ങനെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ GST ഉള്ളവര്, IT റിട്ടേൺ ഉള്ളവര് അല്ലെങ്കിൽ GST റിട്ടേൺ ഉള്ളവര്, ഇനി ഇതും അല്ലെങ്കിൽ അയാൾ നടത്തുന്ന സ്ഥാപനത്തിന് കൃത്യമായ ഒരു രേഖ, ലൈസൻസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ബിസിനസ് ലോൺ ചെയ്യാം. അതും 1 ലക്ഷം മുതൽ. മിനിമം ലോൺ എമൗണ്ട് എപ്പോഴും 1 ലക്ഷമാണ്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിച്ചോളാം. ഏറ്റവും താഴെയുള്ള ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh മുതൽ നമുക്ക് ഒരു 25 lakhs വരെയോ 30 lakhs വരെയോ പ്രോപ്പർട്ടി ഇല്ലാതെ നമുക്ക് അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ചെയ്യാം. അത് 1 വർഷം മുതൽ 5 കൊല്ലം വരെ കാലാവധിയിൽ കൊടുക്കാനും പറ്റും. ബിസിനസ്സുകാർക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് IT റിട്ടേൺ ഇല്ല, GST ഇല്ല, ഒരു ഇതും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഒരു നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷനും
ഷോപ്പിന്റെ ലൈസൻസും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ചെയ്യാം. അതായത് പ്രോപ്പർട്ടി ഇല്ലാതെ അയാൾക്ക് 20-30 ലക്ഷം രൂപ വരെ കൊടുക്കാം. അതൊരു ഭയങ്കര വലിയ പ്രൊഡക്റ്റാണ്, ചെറിയ പ്രൊഡക്റ്റ് അല്ല. നമ്മൾ ഒരു ഇറങ്ങി നടന്ന് കടകളിലോ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചാൽ ഇവർക്കെല്ലാം പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടാവാം, മുനിസിപ്പൽ ലൈസൻസ് ഉണ്ടാവാം, എവിടെയാണോ ലൊക്കേഷൻ, അത് ചിലപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആവാം. നമ്മളുടെ ആവശ്യം എന്താണ്? 3 കൊല്ലം 2 കൊല്ലമായിട്ട് ഇയാൾ ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു വാലിഡ് ലൈസൻസ് ഉണ്ടാവണം. സെയിം ടൈം നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സുഖമായി വിറ്റഴിക്കും. ഓക്കെ, ഇതാണ് ബിസിനസ് ലോൺ. ഇതിൽ IT റിട്ടേണും GSTയും ഉള്ളവരാണെങ്കിൽ ഈസിയാണ്, ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഏത് ടൈപ്പ് എൻക്വയറി വന്നാലും, ഹോം ലോൺ ആയാലും പ്രോപ്പർട്ടി ലോൺ ആയാലും പേഴ്സണൽ ലോൺ ആയാലും ബിസിനസ് ലോൺ ആയാലും, നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, എൻക്വയറി പ്ലേസ് ചെയ്യുക, ആളുടെ പേരും നമ്പറും കൃത്യമായിട്ട് ഇടുക. നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ഇവിടുത്തെ ടീം ഓപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ശരി. അപ്പൊ ഹോം ലോൺ പറഞ്ഞു, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു, പേഴ്സണൽ ലോൺ പറഞ്ഞു, ബിസിനസ് ലോൺ പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കാർ ലോൺ. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോം ലോൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്ന ലോൺ എന്ന് പറയുന്നത് കാർ ലോൺസ് ആണ്. കാർ ലോൺ എന്ന് പറയുമ്പോൾ അറിയാലോ എല്ലാവർക്കും, ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്ന് ഒരു കാറെങ്കിലും ഒരു വീട്ടിലുണ്ട്. പണ്ടൊക്കെ 2 വീലർ ആയിരുന്നു, ഇപ്പൊ കാറിലേക്ക് വന്നു. അപ്പൊ ഒരു കാർ ലോൺ ഉണ്ട്. ഈ കാർ ലോൺ യൂസ്ഡ് ആയാലും പുതിയതായാലും, പുതിയ വണ്ടിയാണെങ്കിലും പഴയതാണെങ്കിലും 10 ലക്ഷത്തിൽ താഴെയുള്ള ലോൺ, 10 ലക്ഷത്തിന് മുകളിലേക്കല്ല, 10 ലക്ഷത്തിൽ താഴെയുള്ള ലോണാണ് കാർ ലോണാണ്. കാർ ലോണിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂ കാറും ഉണ്ട്, യൂസ്ഡ് കാറും ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം പുതിയ കാർ മേടിക്കുമ്പോൾ എങ്ങനെയാണ്, പഴയ കാർ മേടിക്കുമ്പോൾ എന്താണെന്നുള്ളത്. രണ്ടിനും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പുതിയ കാറാണെന്നുണ്ടെങ്കിലും, ഇനി ഏത് കാറാണെങ്കിലും നമുക്ക് 10 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകളാണെങ്കിൽ ഒരുപാട് ഇൻകം പ്രൂഫോ വരുമാന തെളിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആവശ്യമുള്ളത് പാൻ കാർഡ്, ആധാർ, ആളുടെ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം തെളിയിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇതൊന്നും ഒറിജിനൽ ആവശ്യമില്ല, എല്ലാത്തിൻ്റെ ഫോട്ടോകോപ്പി മതി. നമ്മൾ വണ്ടിയുടെ വിലയുടെ ഒരു 80-90% വരെ നമ്മൾ ലോൺ ചെയ്യും. ചില കേസുകളിൽ 100% ലോൺ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി വാങ്ങുമ്പോൾ വണ്ടിയുടെ വില 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം രൂപയിൽ നമ്മൾ ലോൺ ചെയ്തിട്ടുണ്ട്. ആ ഇൻഷുറൻസ് അടയ്ക്കാനും ടാക്സ് അടയ്ക്കാനുള്ള പൈസ മാത്രമേ അയാൾ അടച്ചാൽ മതി. വണ്ടിയുടെ ഷോറൂം പ്രൈസിൽ നമ്മൾ ലോൺ ചെയ്യും. അത് കംഫർട്ട് നോക്കിയിട്ടാണ്. ഈ പറഞ്ഞ എല്ലാ ലോണുകൾക്കും സിബിൽ സ്കോർ ഒരു പാരാമീറ്റർ ആണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ ലോൺ ചെയ്യുന്നത്. അപ്പൊ കാർ ലോൺ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ആയാലും ന്യൂ ആയാലും, അതിലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ്. ഇയാൾ എന്ത് ചെയ്യുന്നു, സാലറിക്കാരനാണോ ബിസിനസ്സുകാരനാണോ, അയാൾക്ക് എന്താണ് വരുമാനം കാണിക്കാനുള്ളത്, ഇത് നോക്കിയിട്ട് നമുക്ക് ഈ ലോൺ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് 90%-ഉം 100%-ഉം ഫണ്ട് ചെയ്യും കേട്ടോ. യൂസ്ഡ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ പലിശയിൽ വ്യത്യാസം വരും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാറ്റം വരും. വണ്ടിയുടെ വിലയിൽ എത്രയാണോ പുതിയ കാറുകൾക്ക് നമ്മൾ കൊടുത്തത് അതിനേക്കാളും ഒരു 15%-20% കുറച്ച് നമ്മൾ ഫണ്ട് ചെയ്യുള്ളൂ. അതായത് ഒരു 10 ലക്ഷത്തിന്റെ ലോൺ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ ലോൺ കൊടുക്കുള്ളൂ യൂസ്ഡിൽ. പുതിയ വണ്ടിയാണെങ്കിൽ മുഴുവൻ വേണേലും കൊടുക്കും. അതിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇയാൾ എന്ത് ചെയ്യുന്നു. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇവർക്ക് ഇൻകം വരുമാന തെളിവുണ്ടോ, ഇയാൾ ബിസിനസ് ചെയ്യാണോ, സാലറീഡ് ആണോ, നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാർ ലോൺ ഞാൻ സിമ്പിളായിട്ട് പറയുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് ഒരു കുറച്ച് സമയം ഒരുമിച്ചിരിക്കാം. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന നല്ലൊരു ഇതിൽ ഞാനത് പറഞ്ഞു എൻ്റെ അറിവിൻ്റെ വെച്ചിട്ട്. പിന്നെ വേറെ ഒരു ഭയങ്കര വലിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതിൽ വലിയ വോളിയം, ഭയങ്കര വോളിയം വരുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, ഏതോ വഴികളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും അതിനടുത്ത് പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിത് വരുന്നുണ്ട്. എവിടെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിലും, അതായത് കൊമേഴ്സ്യൽ ലാൻഡ് ഉണ്ടോ, അല്ല അതിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, ഒരുപാട് നോട്ടം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഫോക്കസ് ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഡെവലപ്പ് ആവും. അത് അവരെന്ത് ചെയ്യും, ഷട്ടർ ഇട്ടു, ഗ്ലാസ് ഇട്ടു, അത് റെന്റ് ഔട്ട് ചെയ്യും. ആ ബിൽഡിങ്ങിന് വേണമെങ്കിൽ അയാൾക്ക് പണിയാൻ വേണ്ടിയിട്ട്, ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടി നമുക്ക് ലോൺ കൊടുക്കാം. അത്
അൺലിമിറ്റഡ്, അതായത് 25 CR, 50 CR, 50 CR വരെ. 50 കോടി എന്ന് പറയുമ്പോൾ നിങ്ങളാരും ഇതായിട്ട് പറയരുത് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് പോകുന്ന ഹൈവേയിൽ അങ്ങനത്തെ കേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 35 CR അതിന് വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് ഭയങ്കര അഗ്രസീവ് പ്രൊഡക്റ്റാണ്. നിങ്ങൾ എവിടെ ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ യാത്ര ചെയ്ത് പോകുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടല്ലോ, കൊമേഴ്സ്യൽ ബിൽഡിങ്സ്, അതിന് കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് ലോൺ കൊടുക്കാം. ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം വരും. അതൊക്കെ ഒരു ഭയങ്കര ഹൈ വോളിയം കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്യാം. കസ്റ്റമർക്ക് റിക്വയർമെന്റ് ഉണ്ട്. അതിൽ സാലറീഡോ സെൽഫ് എംപ്ലോയ്ഡോ നോക്കിയിട്ടല്ല, അവിടുത്തെ ലാൻഡ് എവിടെയാണോ ആ ലാൻഡിന്റെ വാല്യൂ എത്രയാണോ, പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണോ, അത് നോക്കിയിട്ട് നമുക്ക് ഫണ്ട് ചെയ്യാം. അല്ലാതെ അവിടെ സാലറി ഉള്ള ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കെന്ന് പറഞ്ഞിട്ടല്ല. ആ ബിൽഡിംഗ് പണിത് അത് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ബിൽഡിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന റെന്റ് അല്ലെങ്കിൽ റവന്യൂ, അത് വെച്ചിട്ട് നമുക്ക് ലോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വലിയ ബിൽഡിംഗ് 10 നില 5 നില ബിൽഡിംഗ് പണിയുന്നു. ആ ബിൽഡിംഗ് റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മാസം 8 ലക്ഷം 10 ലക്ഷം രൂപ റെന്റ് കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ ലോൺ അടച്ചാൽ മതി. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ കാലിക്കറ്റ് റിലയൻസ് ഇരിക്കുന്നതും സ്റ്റുഡിയോ ഇരിക്കുന്നതും അങ്ങനെ വേറെ 1-2 വലിയ വലിയ കോർപ്പറേറ്റ്സ് ഇരിക്കുന്ന ബിൽഡിംഗ് ഒരു കേസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ കാര്യം പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഏത് സർവീസ് റോഡിലോ അല്ലെങ്കിൽ എവിടെ പോയാലും കൊമേഴ്സ്യൽ 2 നിലയോ 3 നിലയോ ചെറിയ ബിൽഡിങ്ങോ എന്തും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അവിടെ ഒരാൾക്ക് ബിൽഡിംഗ് പണിയാനോ ബിൽഡിംഗ് പണി നടക്കുന്നതോ ആയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നല്ല നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാം. ഇനി ഇതിന് എല്ലാത്തിനും ഉപരി ഏത് ടൈപ്പ് ലോൺ ആണെങ്കിലും ഫസ്റ്റ് പറഞ്ഞു തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് വരെ, ഫസ്റ്റ് നമ്മൾ ഹോം ലോൺ പറഞ്ഞു, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു, പേഴ്സണൽ ലോൺ പറഞ്ഞു, ബിസിനസ് ലോൺ പറഞ്ഞു, കാർ ലോൺ പറഞ്ഞു, യൂസ്ഡ് കാർ ലോൺ പറഞ്ഞു, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കൊമേഴ്സ്യൽ ലോൺ പറഞ്ഞു. ഇതിൽ ഏത് ലോൺ നിങ്ങൾ ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വേർഡ് എന്തായിരിക്കും എന്നറിയും. എനിക്ക് ലോൺ ഉണ്ട്, അയ്യോ അത് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് അടയ്ക്കണമെന്ന് പറയും. അത് നമുക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാള് ഒരു ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുകയാണ്, അല്ലെങ്കിൽ അത് അടയ്ക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോ ഉള്ള ലോൺ എന്ത് പലിശയിലാണ്, എത്ര വർഷത്തേക്കാണ്, ഏത് ലോണും ആവട്ടെ, ഞാൻ ആദ്യം മുതൽ ഈ അവസാനം വരെ പറഞ്ഞതിലെ ഏത് ലോണും ആവട്ടെ, അയാൾ ഈ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറയുന്ന ഒരാളോട് നമ്മൾ പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലോൺ ഏതും ആയിക്കോട്ടെ, അതിന്റെ ഇപ്പോഴത്തെ പലിശ എന്താണ്, എത്ര വർഷത്തേക്കാണ്. അപ്പൊ അയാൾ പറയും എനിക്ക് 8% 9%, 10%, എത്ര വാട്ടവർ, അതങ്ങനെ ആയിക്കോട്ടെ, എത്ര വർഷത്തേക്കാണെന്ന് ചോദിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു 2 വർഷമെങ്കിലും അയാൾക്ക് സേവ് ചെയ്ത് കൊടുക്കും. 10-15 കൊല്ലത്തെ ലോൺ നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ട് 13 കൊല്ലം അടച്ചാൽ അയാൾ അവിടെ 1 ലക്ഷം രൂപ വെച്ച് മാസം അടയ്ക്കുന്നുണ്ട്. നമ്മൾ അതേ എമൗണ്ട് തന്നെ 1 ലക്ഷം രൂപ വെച്ചിട്ട് അയാൾ 12 കൊല്ലം 13 കൊല്ലം അടച്ചാൽ മതി. അപ്പൊ അയാൾക്ക് എത്ര രൂപ ലാഭമുണ്ട്? 10-25 ലക്ഷം രൂപ ലാഭമുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിന് ടേക്ക് ഓവർ എന്നാ പറയാം, ലോൺ ടേക്ക് ഓവർ. എക്സിസ്റ്റിംഗ് ലോണ് കുറഞ്ഞ പലിശയിലേക്ക് മാറ്റി കൊടുക്കുന്ന സംവിധാനം. അത് നിങ്ങൾ സൂപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാവുന്ന സാധനം. എല്ലാവരോടും ചോദിക്കുന്ന എല്ലാ ജനങ്ങളും പറയുന്ന കാര്യമാണ്, എനിക്ക് ഹോം ലോൺ ഉണ്ട്, അയ്യോ ഞാൻ എടുത്തിട്ട് 2 കൊല്ലം ഇത് അടച്ചിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് പറയും. പക്ഷെ അവന്റെ പലിശ എത്രയെന്ന് അവൻ നോക്കിയിട്ടുണ്ടാവില്ല. ലോൺ എടുത്തിട്ടുണ്ടാവും, ലോൺ എടുത്ത സമയത്ത് ചിലപ്പോ 9%-നോ 10%-നോ പലിശക്ക് എടുത്ത് ലോണായിരിക്കും. ഇപ്പൊ നമുക്കത് 8.5% ചെയ്യാൻ പറ്റും. പക്ഷെ ജനങ്ങൾ ഇതിനെപ്പറ്റി അവെയർ അല്ല, അല്ലെങ്കിൽ അവരുടെ ഇൻകത്തിൽ നിന്ന് അത് അടയ്ക്കുന്നുണ്ട്, അവരത് നോക്കുന്നില്ല. അതാണ് കാര്യം. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇൻകം അതുപോലെ എക്സ്പെൻസും കൃത്യമായി നോക്കുന്നുള്ളൂ. നമുക്ക് നല്ല ഒരുപാട് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും. ലോൺ ടേക്ക് ഓവർ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നല്ല ബിസിനസ്സാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് പണിയുമ്പോൾ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ലോൺ റിലീസ് ചെയ്യാൻ. 1 കോടി രൂപ ലോൺ ആദ്യം 30 ലക്ഷം റിലീസ് ചെയ്തു, നമുക്ക് 30 ലക്ഷത്തിന്റെ പൈസ കിട്ടുള്ളൂ. പിന്നെ ഒരു 10 ലക്ഷം കൊടുത്തു, ആ 10 ലക്ഷത്തിന്റെ പൈസ കിട്ടുള്ളൂ. ഇങ്ങനെ ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അയാൾ ആ ലോൺ എടുത്തത് 9% എന്ന് വിചാരിക്കുക. ഇപ്പൊ അയാളുടെ പലിശ കിടക്കുന്നത് 10%-ലെത്തി.
നമ്മൾ അയാളെ കണ്ടുമുട്ടുന്നു, നമ്മളോട് പറയാണ് എനിക്ക് ലോൺ ഉണ്ട് 10% സാറേ, നമുക്കിത് പറ്റുന്നില്ല, അടയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇത് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലോൺ 10%ത്തിൽ നിന്ന് 9%-ലോ 9.5%-ലേക്കോ മാറ്റി കൊടുത്താൽ ഇയാളുടെ ഒരു കൊല്ലം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 6-7 മാസമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 6-7 മാസത്തെ EMI, 6-7 മാസത്തെ EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ലക്ഷങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കഷൻ വെക്കാം. ഇതിലെ എഡ്യൂക്കേഷണൽ ലോൺ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ലോൺ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ പ്രോപ്പർട്ടി മാൻഡേറ്ററി ആണ്. ഇന്ന് RBIയുടെ നിയമപ്രകാരം 7 ലക്ഷം വരെ ഇത് ആവശ്യമില്ല, എന്ത് പ്രോപ്പർട്ടി ആവശ്യമില്ല. ആ സെയിം ടൈം നമുക്ക് പ്രോപ്പർട്ടി ഇല്ലാതെ 5 lakhs ആയാലും 2 lakhs ആയാലും ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ലോണിന് ഒരുപാട് എൻക്വയറി ഉണ്ട്, മുദ്രാ ലോണിന് ഒരുപാട് എൻക്വയറി ഉണ്ട്. പക്ഷെ ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ഇല്ലാത്ത ലോൺസ് ചെയ്യാൻ എഡ്യൂക്കേഷണൽ ലോൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൽ എന്തെങ്കിലും ഫയൽസ് വരികയാണ്, ആ ലോൺ എമൗണ്ട് 5 lakhs-ന് മുകളിലാണ്, അങ്ങനെയുള്ള കേസ്, അല്ലെങ്കിൽ ഒരു വലിയ ലോൺ എമൗണ്ട് വരുന്നത് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ക്ലിയർ ചെയ്യാം, ചെയ്തു കൊടുക്കാം, ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ ലോണിലെ എഡ്യൂക്കേഷണൽ ലോൺ നമ്മൾ ചെയ്യുന്നതിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നല്ലത്, പ്രോപ്പർട്ടി ഇല്ലാത്ത കേസുകൾ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല. പ്രോപ്പർട്ടി ഉള്ള ലോൺ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, എവിടെ ഏത് ലൊക്കേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് ഇൻകം പ്രൂഫോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആള് എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇത് കിട്ടിയാൽ മതി, ഫീസ് ഷെഡ്യൂളും അയാളുടെ KYCയും കിട്ടിയാൽ മതി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ലോൺ ചെയ്യാം. ഞാൻ ബേസിക്കലി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇത് എന്താ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെ സാർ, എന്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ സാർ, എന്റെ ഡൗട്ട്, ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് ആണ്, അതായത് നമ്മള് കസ്റ്റമറെ അതെ സാർ, നമ്മളൊരു കസ്റ്റമറോട് ഫസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കുന്നത്, നിങ്ങൾ ബാങ്ക് അല്ല എല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സ് 700 സിബിൽ സ്കോർ വരുന്നത്, അതിന് പറ്റുമെന്ന് പറയണം. പിന്നെ ഞങ്ങളുടെ കമ്മീഷൻ എങ്ങനെയാണെന്ന് അതൊന്ന് പറയണം. സാറേ നമുക്ക് ഇതില് കുറെ ഇപ്പൊ സാർ ഒറ്റ ക്വസ്റ്റ്യനിൽ കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഇതില് ഫസ്റ്റ് കാര്യം, അതാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നമ്മൾ ഒരു ബാങ്കിന്റെ മേൽവിലാസത്തിലല്ല ചെല്ലുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റിയും ഉണ്ട്, ഒരു ഡിസ്ക്വാളിഫൈ ഉണ്ട്, രണ്ടും ഉണ്ട്. ഒരു ബാങ്ക് വന്നിട്ട് ഞാൻ SBI നിന്നാണ്, SBIയുടെ മാനേജറാന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി റെപ്യൂട്ടേഷൻ കിട്ടുകയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ബാങ്കിന്റെ ലോൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതെന്ത് സാധനം എന്ന് വിചാരിക്കും. ഇത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു ബാങ്കിന്റെ പ്രതിനിധിയായിരുന്നു കുറെ കാലം, കുറെ വർഷം, പല 2-3 ബാങ്കുകളിൽ മാറി മാറി വർക്ക് ചെയ്തു. ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്ന പ്രൊഡക്റ്റ് അത് ഫിറ്റ് ആവുന്ന കസ്റ്റമർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ആ ജോലി വിട്ടത്, അല്ലാതെ ആ ജോലിയോട് മടുപ്പുണ്ടായിട്ടോ ഇഷ്ടക്കുറവുണ്ടായിട്ടോ അല്ല. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഫീൽഡിൽ വന്നത്. ഞാൻ ICICI ബാങ്ക്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ICICI ബാങ്കിൽ നിന്ന് റിലീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ICICI തരുന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇന്ന് ആ ഒരു പ്രശ്നമില്ല. എനിക്കിന്ന് ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായോ? അതായത് ആ ഫയല് ICICIയിൽ നടന്നില്ല എങ്കിൽ അയാളുടെ ഫയൽ എനിക്ക് ആക്സിസ് ബാങ്കിലോ HDFCയിലോ SBIയിലോ കാനറ ബാങ്കിലോ എവിടെയെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടീം നമുക്കുണ്ട്, നല്ലൊരു ടീം സ്ട്രെങ്ത് നമുക്കുണ്ട്. അപ്പോ സാറിന് ചോദിക്കുമ്പോൾ, ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സാറിന് ധൈര്യമായിട്ട് പറയാം ഒരു കസ്റ്റമറോട്, സാറിന്റെ അറിവ് വെച്ചിട്ട് SBIയിലോ കാനറയിലോ എവിടെയും ആവട്ടെ, ഏത് ബാങ്കിൽ പോയാലും, അല്ലെങ്കിൽ സാറിന്റെ റിലേഷനുള്ള ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്ന് ലോൺ ചെയ്തില്ലെങ്കിൽ സാറ് അടുത്ത ബാങ്കിൽ പോകണം.
ഇതിനു വേണ്ടി സാറ് തന്നെ നടക്കണം. ഒരു ദിവസം 2 ദിവസം 3 ദിവസം വരെ ലീവ് എടുക്കാണ്ട് ഒരു കസ്റ്റമർക്കും ഒരു സ്ഥലത്തും ഒരു ലോണിന് ഫിറ്റ് ആവില്ല, ഒരു ലോണും എവിടെയും സെറ്റ് ആവില്ല, കൺഫേം ആണ്. അതിനുവേണ്ടി അയാളുടെ ടൈം കളഞ്ഞു സമയം ചെലവഴിച്ചും പോകേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമർക്ക് നമ്മളുടെ സർവീസ് 100% ഫ്രീ ആണ്. നമുക്ക് ഈ പേപ്പേഴ്സും കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലീഡ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടീം ഒരു ഇതുമില്ലാതെയാണ് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വോളിയത്തിന് നമുക്ക് ബാങ്കിൽ നിന്ന് പേയ്മെന്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ, ഇനി ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം, ഏതെങ്കിലും ടൈപ്പ് പ്രത്യേക പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കസ്റ്റമർക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. കസ്റ്റമറുടെ ബെനിഫിറ്റ് അതാണ്. നിങ്ങളൊരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ കസ്റ്റമറോട് പറയുക, സാർ ഇപ്പോൾ SBI നടന്നു, 4 ദിവസം നടന്നു, മാനേജറെ കണ്ടു, അല്ലെങ്കിൽ മാനേജർ ലീവാണ്, സാറി ചെല്ലുമ്പോൾ മാനേജർ ലീവ്, മാനേജർ ഉള്ളപ്പോൾ സാറി ഇല്ല. നമുക്ക് ആ കേസ് നമുക്ക് ചെയ്യാം. ഇത് എവിടെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ള നല്ലൊരു ടീം നമ്മുടെ കയ്യിലുണ്ട് സാറേ. കേരളത്തിലെ കേരള, തമിഴ്നാട്, കർണാടക, ഇനി പിന്നെ ഉള്ളത് അപ്പുറത്തേക്കുള്ള ടൗണുകൾ, ബോംബെ, അങ്ങനെയുള്ള ഗോവ, പൂനെ, മെട്രോ, അങ്ങനെയുള്ള സിറ്റീസ്, ഇവിടെയാണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. എബ്രോഡ് ആണെങ്കിൽ ചെയ്യാം, ഗൾഫിലാണ്, ദുബായിലാണ്, UK US നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ലോൺ ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലെങ്കിൽ എവിടെയുള്ളവർക്കാണെങ്കിലും ഇതിനു വേണ്ടി ബാങ്കിൽ കെട്ടിമറിഞ്ഞ് നടന്ന് കളിക്കേണ്ട ആവശ്യമില്ല. സിബിൽ സ്കോറിൽ പേഴ്സണൽ ലോണിന് 700 മുകളിൽ സിബിൽ സ്കോർ വേണം. പേഴ്സണൽ ലോണിനുള്ള പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ബാങ്കിന് റിസ്ക് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അവരുടെ സിബിൽ സ്കോറും, അതായത് ഒരു ലോൺ അടയ്ക്കാത്ത ഒരാൾക്ക് പിന്നെ വീണ്ടും ഒരു ലോൺ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കില്ല. അത് സിബിൽ സ്കോർ കുറയാനുള്ള കാരണം ഒന്നില്ലെങ്കിൽ കൂടുതൽ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഉള്ള ലോണിൽ മുടക്ക് വരികയോ ചെയ്യുമ്പോഴാണ് സിബിൽ സ്കോറിൽ മോശമാകുന്നത്. അപ്പൊ മിനിമം ഒരു 700 മുകളിലെങ്കിലും പേഴ്സണൽ ലോണിൽ സ്കോർ വേണം. പ്രോപ്പർട്ടി ഉള്ള ലോണുകളാണെങ്കിൽ നമുക്ക് 650 മുകളിൽ സ്കോർ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, സിബിൽ സ്കോറിൽ അസറ്റ് ഉള്ള ലോൺ ആണെങ്കിൽ, പ്രോപ്പർട്ടി ഉള്ളത്, അസറ്റ് മീൻസ് കാർ ലോൺ അസറ്റ് ആണ്. കാരണം ബാങ്കിന് ഈ പൈസ അടച്ചില്ലെങ്കിൽ ഈ കാർ റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെയുള്ള ലോണുകളെല്ലാം 650 മുകളിൽ സ്കോർ ആണെങ്കിലും ചെയ്യാം. ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയിലും മാറ്റം വരും. നല്ല സിബിൽ സ്കോർ ഉണ്ടോ പലിശ കുറയും, സിബിൽ സ്കോർ മോശമോ പലിശ കൂടും. വിനീത് സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓക്കെ, നമുക്ക് ഇപ്പോ കേരളത്തിലുള്ള ലീഡിംഗ് ബാങ്ക്സും NBFC, അതായത് ബാങ്ക് വേറെ NBFC വേറെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത് ടാറ്റ, ബജാജ്, L&T ഫിനാൻസ്, പിരമിൽ ഹൗസിംഗ് ഫിനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, സുന്ദരം ഫിനാൻസ്. പിന്നെ അതുപോലെ ഇത് ഞാൻ മാർക്കറ്റിലെ ലീഡ് ചെയ്യുന്നവരുടെ പേര് പറഞ്ഞാണ്. ഈ NBFCs ഓൾമോസ്റ്റ് എല്ലാ NBFCയും അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏത് ബാങ്കിലും നമുക്ക് ഇത് ഒരു ഫയൽ സോഴ്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, ഒരു കസ്റ്റമർ നേരിട്ട് ചെന്നാലും നമ്മൾ വഴി ഫയൽ സോഴ്സ് ചെയ്താലും ഇയാൾക്ക് പലിശയിലോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ പ്രോസസിംഗ് ഫീസിലോ ഒന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പലിശ കൂടുതൽ വരും, അല്ലെങ്കിൽ ഞാൻ പോയാൽ പലിശ കുറച്ച് കിട്ടുമെന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല കേട്ടോ. ഈ പറയുന്ന പലിശയും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്യുന്നത് ഇവരുടെ സിബിൽ സ്കോറിനെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ്, ബിസിനസ് റേറ്റിംഗ്, CMR എന്ന് പറയും, ക്രെഡിറ്റ് മാർജിൻ റേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എവിടെയും പലിശ ഫിക്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെ 650 മുകളിൽ അസറ്റ് ഉള്ള ലോൺസും 700 മുകളിൽ അസറ്റ് ഇല്ലാത്ത ലോൺസും നമുക്ക് മാർക്കറ്റിൽ വിൽക്കാം. സാറ് ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ എൻക്വയറി പ്ലേസ് ചെയ്തു, നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് സർവീസ് നമുക്ക് കൊടുക്കാം. അല്ല, അത് ധൈര്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം, സാർ ഒരു ബാങ്കിൽ, ഞാനൊരു ബാങ്കിന്റെ പേരെടുത്ത് പറയുന്നില്ല, ആ ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്നിട്ട് നമ്മളുടെ ഫയൽ കൊടുക്കുന്നു, ആ ബാങ്ക് മാനേജർക്ക് നമ്മളോട് അടുപ്പമുണ്ട്, എൻ്റെ കസിനാണ് എന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് അയാളുടെ ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മളുടെ ഫയൽ സെറ്റായില്ല എങ്കിൽ ആ ഫയൽ തിരിച്ചു തരാൻ അയാൾക്ക് മാർഗമുള്ളൂ. അതെ,
ഇതിൽ നമ്മൾ നേരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പേപ്പേഴ്സ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു എൻക്വയറി പ്ലേസ് ചെയ്തു, അതിന്റെ ഫീഡ്ബാക്ക് സംസാരിച്ചു. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് SBI ചെയ്യാം, കാനറയിൽ ചെയ്യാം, അല്ലെങ്കിൽ PNB ചെയ്യാം, ആക്സിസ് ബാങ്കിൽ ചെയ്യാം. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ഒരു നല്ല ടീമുണ്ട്. അതെ, കറക്റ്റ് ആയിട്ട് നമുക്ക് പിൻ പോയിന്റിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സ്ഥലത്തൊന്നും ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല, 10 ബാങ്കിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഈ കസ്റ്റമറെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു, നമ്മൾ അതിൽ തീരുമാനം പറയും. പിന്നെ അങ്ങനെ പലയിടത്ത് കയറി കഴിയുമ്പോൾ സിവിൽ സ്കോർ കുറയാനും സാധ്യതയുണ്ട്. എല്ലായിടത്തും എൻക്വയറി ചെയ്യുമ്പോൾ അതിന് പ്രശ്നമുണ്ട്. അത് ഇവിടെ സംഭവിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് കസ്റ്റമറെ കറക്റ്റ് റൂട്ടിൽ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ പേഴ്സണൽ ലോൺ ആണെങ്കിലും ബിസിനസ് ലോൺ ആണെങ്കിലും നമുക്ക് യെസ് ഓർ നോ പറയാൻ, പേഴ്സണൽ ലോണിനും ബിസിനസ് ലോണിനും യെസ് ഓർ നോ പറയാൻ നമുക്ക് പരമാവധി 3 ദിവസം ഡിസ്പേഴ്സ് ചെയ്യാൻ, ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടാൻ 5 ദിവസം. അതായത് ലോൺ സാങ്ഷൻ ആവോ ഇല്ലേ എന്ന് പറയാൻ നമുക്ക് പരമാവധി 3 ദിവസവും, ആ കസ്റ്റമർക്ക് പൈസ അക്കൗണ്ടിൽ കിട്ടാൻ 5 ദിവസവും മതി. മാക്സിമം അല്ല, ഫുൾ ഡോക്യുമെന്റ്, ലോഗിന് വേണ്ടിയുള്ള ഫുൾ ഡോക്യുമെന്റ്, നമ്മുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഫുൾ ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് 3 ദിവസത്തിൽ ബിസിനസ് ലോൺ ആയാലും പേഴ്സണൽ ലോൺ ആയാലും നമുക്ക് ഉത്തരം കൊടുക്കാം, ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്. യെസ് ആണെങ്കിൽ 5ാമത്തെ ദിവസം അയാളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടാവും. ഇനി പ്രോപ്പർട്ടി ലോൺ, ഹോം ലോൺ, കാർ ലോണൊക്കെ നമുക്ക് 1 ഡേ മതി കേട്ടോ. രാവിലെ വന്നാൽ വൈകിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഷോറൂമിലൊക്കെ ചിലവർ വണ്ടി ബുക്ക് ചെയ്തു, പൈസ അടച്ചു, എനിക്ക് വണ്ടി ഇന്ന് ഇറക്കണം, ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് മറ്റേ എന്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ പിറന്നാളാണ്, മോളുടെ ബർത്ത്ഡേ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ സെയിം ഡേ നമുക്ക് റിലീസ് ചെയ്യാം. സെയിം ഡേ രാവിലെ തന്നെ, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുമ്പ് ഫയല് ഫുൾ സാധനങ്ങൾ, പാൻ, ആധാർ, ഇൻകം പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് കാർ ലോൺ ചെയ്യാം. പുതിയ കാർ, യൂസ്ഡ് അല്ല, പുതിയ കാർ. കാര്യം യൂസ്ഡ് കാർ ആണെങ്കിൽ നമ്മൾ അതിന് വാല്യുവേഷൻ ചെയ്യണം. പുതിയ കാർ ആകുമ്പോൾ വാല്യുവേഷൻ ചെയ്യേണ്ട, അവരുടെ അവിടെ നിന്നുള്ള അതിന്റെ ഇൻവോയ്സ് കിട്ടിയാൽ മതി. അത് വണ്ടിയുടെ വില കൃത്യമായിട്ട് അതിലുണ്ടാവും. പൈസ പോകുന്നത് ഡീലർക്കാണ്, യൂസ്ഡ് കാർ ആകുമ്പോൾ ഒരു വ്യക്തിക്കാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രശ്നം അവിടെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ യൂസ്ഡ് കാർ നമുക്കൊരു 2 ദിവസം സമയം വേണം, അല്ലെങ്കിൽ 1 ദിവസം സമയം കിട്ടിയാലും മതി. മറ്റതാണെങ്കിൽ വിത്തിൻ 24 hours പണി തരും, മറ്റത് 36 hours ആണ് പരമാവധി. പിന്നെ പേഴ്സണൽ ലോണും ബിസിനസ് ലോണും ആണെങ്കിൽ മാക്സിമം 3 ദിവസത്തിൽ നമുക്ക് റിപ്ലൈ പറയാം, 5ാം ദിവസം റിലീസ് ചെയ്യും. പ്രോപ്പർട്ടി ലോൺ ആണെങ്കിൽ മാക്സിമം 10 ദിവസം. ഇതെല്ലാം ഫുൾ ഡോക്യുമെന്റ് തന്നാലേ പറ്റുള്ളൂ. നമുക്ക് ലോഗിൻ ചെയ്യാൻ ആവശ്യമുള്ള ചെക്ക് ലിസ്റ്റ് തന്നാൽ, ഒന്നിന്റെയും ഒറിജിനൽ ആവശ്യമില്ല. ഒരു പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സിന്റെയോ അല്ലെങ്കിൽ KYC, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള ഒരു സാധനം ഒറിജിനൽ മേടിക്കരുത്. യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് മേടിച്ചു കമ്പനിയുടെ പേരിൽ ഒരു ഇതൊന്നും വരരുത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതിലൊരു കാര്യം, നമുക്കൊരു നല്ല ടീം സ്ട്രെങ്ത് വേണം. നമുക്ക് അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റണം. ഒരു മാസം അത്യാവശ്യം എല്ലാവർക്കും അവിടെയും കറങ്ങി നടക്കാനോ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ, നല്ല സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാനോ, ട്രാവൽ ചെയ്യാനും ലക്ഷറി ആയിട്ട് പോകാനും ഒക്കെയുള്ള ബാക്കപ്പ് വേണം. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മാസം ഒരു അത്യാവശ്യം ഒരു 10-25 ലക്ഷം 30 ലക്ഷം രൂപയുടെ ഫയല് പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. കാര്യം പറയാം, ഇതില് മെമ്പറായിട്ടുള്ള എല്ലാവരോടും എന്റെ സൈഡിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു ഫയലോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നിട്ട്, ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് തന്നിട്ട് അത് നടക്കാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട്. ആ കൃത്യമായ കാരണം ഞാൻ സ്റ്റാറ്റസ് അല്ല നമ്മളുടെ ഇതിൽ ഫീഡ്ബാക്കിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ലോണിന്റെ ഏത് പ്രൊഡക്റ്റ് നമ്മളുടെ ഇതിൽ വന്നു, നമ്മുടെ ടീമിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിലും, അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ റീസൺ എന്താണെന്നുള്ളത് ഓഫീസിൽ എപ്പോൾ ചോദിച്ചാലും പറഞ്ഞുതരാൻ പറ്റും. ഇനി ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേര് തിരിച്ചറിയാൻ പറ്റാതെ കുറേ ലീഡ് ഇടുന്നു, ഒരുപാട് ലീഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്, അവരുടെ കശില എന്ന് പറയും. അതുപോലെ അയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, വല്ല ഷോപ്പ് വല്ലതും ഉണ്ടോ, കച്ചവടക്കാരനാണോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റിജക്ഷൻ ലിസ്റ്റ് കൂടുതൽ വരുന്നത്. നമ്മൾ ഒരുവിധം തിരിച്ചറിഞ്ഞ് ഫയൽ സോഴ്സ് ചെയ്യാനാണെങ്കിൽ ഇതിൽ റിജക്ഷൻ വളരെ കുറവാണ്. പിന്നെ വരുന്ന റിജക്ഷൻ ബാങ്കിന്റെ സൈഡിൽ സിബിൽ ഇഷ്യൂസോ
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കണ്ടമാനം ചെക്ക് ബൗൺസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബിസിനസ് ചെയ്യാം. നിങ്ങൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ധൈര്യമായിട്ട് വെച്ചു. അതിന്റെ തുടക്കവും ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഇതിന്റെ തുടക്കത്തിലും ഈ അവസാനത്തെ ഇതിലും ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഒരുപാട് ബാങ്ക്സ് ഉണ്ട്. നിങ്ങൾ വെറുതെ ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയും വേണ്ട, എവിടെയെങ്കിലും ഇറങ്ങി നിന്നിട്ട് ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 ബാങ്കിന്റെ ബോർഡെങ്കിലും കാണാൻ പറ്റും. ഈ ബാങ്കുകളിലെല്ലാം ബിസിനസ് ഉണ്ട്. അതായത് ലൊക്കേഷനിലെ ജനങ്ങളുടെ ബിസിനസ് അവിടെയുണ്ട്. അപ്പോൾ അറിയാം നമുക്ക് അവിടെ അവര് ക്യാഷ് അടച്ചാലും, ഒരു വ്യക്തി ക്യാഷ് അടയ്ക്കാനോ ക്യാഷ് എടുക്കാനോ പോയാലൊന്നും ബാങ്കിന് റവന്യൂ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. ഒരു ബാങ്കിനും നിങ്ങളുടെ ഒരു SBI അക്കൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടോ ബാങ്കിന് റവന്യൂ ഇല്ല. ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അവിടുത്തെ ആൾക്കാരുടെ FD കൊണ്ട്, ആ FD മറിച്ച് ലോണായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു കടൽ പോലെ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു, അയാൾക്ക് ഹോം ലോൺ ഉണ്ട്, പ്രോപ്പർട്ടി ലോൺ ഉണ്ട്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, അത് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് അടയ്ക്കണേന്ന് പറഞ്ഞാൽ അടയ്ക്കുന്ന ആളായിരിക്കണം. കഷ്ടപ്പെട്ടായാലും അടയ്ക്കുന്ന ആളായിരിക്കണം. കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ഒരു 6 മാസം അടച്ചില്ല, 3 മാസം അടച്ചില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഫയലൊന്നും എടുക്കണ്ട. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അങ്ങനത്തെ ഫയൽസ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കഷ്ടപ്പെട്ടായാലും ഞാൻ അടയ്ക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അയാളെ കഷ്ടപ്പാടിൽ നിന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഈ ബോംബെയിലൊക്കെ നമുക്ക് ഹോം ലോൺ, ഈ ലോണുകളൊക്കെ ബോംബെ ബേസിൽ മെട്രോസിലൊക്കെ ചെയ്യാൻ പറ്റും. മദ്രാസ് ബോംബെക്ക് ചെയ്യാൻ പറ്റും. സാറേ ബോംബെ, ഹൈദരാബാദ്, ഡൽഹി ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ആക്സസ് ചെന്നൈ, കോയമ്പത്തൂർ ചെയ്യാം. ഓക്കെ, ഞാൻ അറിയാൻ വേണ്ടി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബാംഗ്ലൂർ ചെയ്യാം, ബാംഗ്ലൂർ ചെയ്യാം. മിക്കവാറും മെട്രോസ് ചെയ്യാം. മെട്രോസ് ഒക്കെ ചെയ്യാം. മെട്രോസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഈ നമ്മുടെ ആക്സസ് എളുപ്പമാണ്. ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. സമയം ഡിലേ വരും. ഞാൻ എല്ലാവരോടും പറഞ്ഞ പോലെ 10 ദിവസം എന്നുള്ള ചിലപ്പോൾ ഒരു കുറച്ച് സമയം കൂടുതൽ വരും. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് വോളിയം കൂടുതൽ. നമ്മളെ സംബന്ധിച്ച വോളിയമാണ് ബേസ്. എത്ര വോളിയം ബിസിനസ് ചെയ്യുന്നു അതാണ് നമ്മുടെ റവന്യൂ. അപ്പോൾ വോളിയം കൂടുതൽ കിട്ടാൻ ഏറ്റവും നല്ലത് ഹോം ലോൺ, പ്രോപ്പർട്ടി ലോൺ, പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പ്രോജക്ട് ലോൺ ഉണ്ടല്ലോ. പ്രോജക്ട് ലോൺ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതല്ല എങ്കിൽ ഈ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാല്യൂ ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനേ ഇവിടുന്ന് വിനീതിന്റെ നമ്പേഴ്സ് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും കളക്ട് ചെയ്യുന്നുണ്ട്. വിളിക്കും. ശല്യപ്പെടുത്തലല്ല, ഒരു ഡെവലപ്മെന്റ്സിന്റെ ഭാഗമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എനിക്ക് നിങ്ങൾ ഫയൽസ് തരണം.